This is our project report, sir. Be seated. Thank you, sir. Renovation of condemned Air Force aircrafts. Yes, sir. കണ്ടം ചെയ്യാൻ ഉദ്ദേശിച്ച എയർക്രാഫ്റ്റുകളിൽ പല മാറ്റങ്ങളും വരുത്തി ആധുനീകരിക്കുക. ആശയം കൊള്ളാം. But is it practical? Mr. Nambiar, are our engineers that competent? തീർച്ചയായിട്ടും സർ. മറ്റാരെക്കാളും പ്രഗത്ഭരാണ് ഇന്ത്യൻ എയർഫോഴ്സ് എഞ്ചിനീയേഴ്സ്. ഒരു അവസരം കിട്ടിയാൽ അവരത് പ്രൂവ് ചെയ്യും സർ. ഗുഡ്. ഏതോ ഒരു മലയാളിയല്ലേ ഈ പ്രോജക്ടിന്റെ നേതാവ്? അതെ സർ. ഫൈനാൻസ് മിനിസ്റ്ററുമായി ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു ഈ പ്രോജക്ടിന്റെ ഫൈനാൻഷ്യൽ സാങ്ഷന് വേണ്ടി. റിസർച്ചിനും മറ്റും ചെലവാക്കാൻ ഗവൺമെന്റിന്റെ പക്കൽ പണമില്ലെന്നാണ് മിനിസ്റ്ററുടെ വാദം. സർ, ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയാൽ അവർ ഗവൺമെന്റ് വിൽ ബി സേവിംഗ് ക്രോസ് റുപ്പീസ് ബൈ വേ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അത് സക്സസ് ആയാലത്തെ കാര്യമല്ലേ? മറിച്ചാണെങ്കിൽ? സർ, ഐ ആം എ പോസിറ്റീവ് തിങ്കർ. ദാറ്റ്സ് വെരി ഗുഡ്. കീപ് അപ്പ് ദ സ്പിരിറ്റ്. താങ്ക് യു സർ. താങ്ക് യു. We have decided to code the whole project as red alert for high security reasons. സാർ അടക്കം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവൂ. ദാറ്റ്സ് റൈറ്റ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സിലും നമ്മളെക്കാൾ താല്പര്യവും ആകാംക്ഷയും അയൽ രാജ്യക്കാർക്കാ. അപ്പോ ഈ പ്രോജക്ടിന്റെ സീക്രസിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഏതായാലും ഞാൻ ഈ ഫയൽ ഒന്ന് പഠിക്കട്ടെ. ഐ വിൽ ഗിവ് ഇറ്റ് യു ടുമോറോ. താങ്ക് യു സർ. Mr. Zakir? You come with me. Sir, I want to discuss certain confidential matters with you. Sir. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ വെച്ച് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് പതിവ്. ആ രീതി വിട്ട് ഈ പ്രോജക്ടിനെ ഈ അക്കാഡമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പാണ്. ബിക്കോസ് ഇറ്റ് ഫോൾസ് വിത്തിൻ ടോപ്പ് സീക്രട്ട് കാറ്റഗറി. ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്ട് നടക്കുന്നതിനെ കുറിച്ച് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. ആൻഡ് അനദർ ഗുഡ് ന്യൂസ്, ഇതുമായി സഹകരിക്കാനുള്ള ഭാഗ്യം തനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദാറ്റ് ഷോസ് ദി കോൺഫിഡൻസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ യു. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു യു, വിംഗ് കമാൻഡർ സാക്കിർ. താങ്ക് യു സർ. ഇറ്റ്സ് മൈ പ്രിവിലേജ്. ഏത് ഹാങ്കറാണ് ഈ പ്രോജക്ടിന് വേണ്ടി? ഹാങ്ങർ നമ്പർ 5. കണ്ടം ചെയ്ത ഈ എയർക്രാഫ്റ്റ് ആണ് ബോഡിയും എഞ്ചിനും മോഡിഫൈ ചെയ്ത് ദി മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റായി മാറാൻ പോകുന്നത്. ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ള 100 കണക്കിന് ജങ്ക് എയർക്രാഫ്റ്റുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനാവും. ഈ കിടക്കുന്ന കിരൺ എയർക്രാഫ്റ്റുകളെല്ലാം ഉടനെ ഇവിടെ നിന്ന് മാറ്റും. യെസ് സർ. Zakir, this hangar will be exclusively for red alert research purpose and will be totally out of bounds for others. Sir.
ഓർഡേഴ്സ് വിൽ ബി ഇഷ്യൂഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നമുക്ക് ഹാങ്ങർ 5 റെഡ് അലർട്ടിനുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു ഗോഡൌൺ അല്ലെങ്കിൽ ഒരു ജങ്ക് യാർഡ് മാത്രം. ആരുടെ മാസ്റ്റർ പ്ലാനാണ് സർ ഈ പ്രോജക്ട്? ഗസ് ആരായിരിക്കും? ആലോചിച്ച് നോക്ക്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. യു സെഡ് ഇറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൽ അവന്റെ തലയിലല്ലാതെ വേറെ ആരുടെ തലയിലാടോ ഇതുപോലൊരു പ്രോജക്ടിന്റെ ഐഡിയ തോന്നുക? നിങ്ങളെല്ലാവരും ചൂടനെന്നും വിശ്വാമിത്രനെന്നും വിളിച്ചിരുന്ന അവൻ തന്നെയാണ് ഈ പ്രോജക്ടിന്റെയും മാസ്റ്റർ ബ്രെയിൻ. ഞങ്ങളോ? വിശ്വാമിത്രനെന്നോ? സാർ തന്നെയല്ലേ അങ്ങനെ ആദ്യം വിളിച്ചത്? എങ്ങനെ വിളിക്കാതിരിക്കും? 30-35 വയസ്സായിട്ടും പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട എയർഫോഴ്സും റിസർച്ചും തന്നെ ശരണമെന്ന് പറഞ്ഞ് നടക്കുന്ന അവനെ വേറെ എന്ത് വിളിക്കാൻ? സക്കീർ സർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നമുക്കൊഴിച്ച് മറ്റെല്ലാവർക്കും തന്നെ ഈശ്വർ വെറും സാധാരണ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ മാത്രം. അത് മറക്കരുത്. ഓഫ് കോഴ്സ് സർ. ഈ പ്രോജക്റ്റ് എന്നാണ് സർ ലോഞ്ചിങ്? ലോഞ്ചിങ്? ഇറ്റ് ഈസ് ഓൾറെഡി ലോഞ്ച്ഡ്. ഹി ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് മാൻ. വെൽക്കം ടു ദി അക്കാഡമി സർ. താങ്ക് യു. ജോർജ് സൈമൺ, കേരള. Anil Banerjee from West Bengal. Venkat Raman from Tamil Nadu. Vinod Kumar from Kerala. Murthy from Karnataka. Please have it. ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മുടെ എയർഫോഴ്സ് ഫ്ലീറ്റിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കും. അനുഗ്രഹം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. താങ്ക് യു സർ. അച്ഛാ, ഈശ്വർ ഒരു വിശേഷം പറയാൻ മറന്നുപോയി. ഫ്ലൈയിങ് ട്രെയിനീസായി തെരഞ്ഞെടുക്കപ്പെട്ട കുറെ പെൺകുട്ടികൾ അടുത്ത് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് സർ വരട്ടെ, അതിനെന്താ കുഴപ്പം?
ഫാത്തിമ ചേച്ചിയായിരുന്നാ? അവൻ പേടിച്ചു പോയി. നമ്മുടെ ആളെ എന്തെടുക്കാ? രണ്ടുപേരും കൂടെ സാറിന്റെ റൂമിൽ ഇരിക്കുക. ആ ഫാത്തിമയോ? ഒരുപാട് ലേറ്റ് ആയല്ലേ? ഹേയ് കുഴപ്പമൊന്നുമില്ല. അല്ല സക്കീർ വയ്ക്കോ, ഞാൻ ഏതായാലും തീർത്തിട്ടേ ഉള്ളൂ. ശരി സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉണ്ടാക്കി അതൊക്കെ ഇപ്പൊ തന്നെ 2 പ്രാവശ്യം ചൂടാക്കി. ഇനി കഴിക്കണതിന് മുമ്പ് ഒരിക്കൽ കൂടി ചൂടാക്കണം. അപ്പൊ എത്രയായി? 3. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ മണി 2. മെനിഞ്ഞാന്ന് കിടന്നപ്പോ എത്ര മണിയാണെന്നറിയാ? 2:30. ഇനിയിപ്പോ ഇന്നത്ര ആവുമെന്തോ ദൈവമേ. സാറിന് രാവിലെ 6 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ മിനിമം 4 മണിക്ക് എണീക്കണോ? ആ ചിന്ത വല്ലതും സാറിനുണ്ടാ? ഞാനൊരു മനുഷ്യജീവി തന്നെ. ഡൈനിങ് ടേബിൾ എല്ലാം എടുത്തു വെച്ചിട്ട് നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങും. സാറ് എന്തോന്ന് പറയുന്നത്? ആഹാരം കഴിക്കുമ്പോ ഞാൻ എടുത്തില്ലെങ്കിലേ അതിലുള്ള ചീത്ത വേറെ ഉണ്ട്. ഈശ്വര സാറിന്റെ അമ്മയ്ക്ക് രാമ ഒരു കത്തയക്കി മോന് പെണ്ണ് കെട്ടിക്കണെന്ന് പറഞ്ഞിട്ട്. കല്യാണക്കാരൻ പറയുമ്പോഴൊക്കെ പറയും പ്ലെയിനിന്റെ പണി കഴിയിട്ട് പ്ലെയിനിന്റെ പണി കഴിയിട്ടും. അല്ല സാറേ, ഈ പ്ലെയിനും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? നാട്ടിലെ ഒരു മഹാലക്ഷ്മി സാറിന് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇനി അത് സത്യമായിരിക്കോ സാറേ? ഉണ്ടായിരിക്കും. അതെ. എന്നാ അവളും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ നിങ്ങളുടെ സാറിനോട്. പറയാഞ്ഞിട്ടാണോ? പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്ത്. എന്തോ ദാ വിളിക്കുന്നു. ചൂടാവുമ്പോ ഞാൻ പോയി ചൂടാക്കട്ടെ. ദേ രാമു പറഞ്ഞ മഹാലക്ഷ്മിയുടെ കാര്യം സത്യാണോ? നിനക്ക് വട്ടുണ്ടോ? സാർ ഇവന്റെ വായ അടയ്ക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച്? അങ്ങനെ ഒരു പെണ്ണില്ലാന്ന് നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? ഓഹോ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയിട്ട് രാത്രി മുഴുവൻ മുഖം വീർപ്പിച്ചിരിക്കാനാണ് പരിപാടിയെങ്കിൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ ചിക്കൻ പീസ് ഇട്ടാട്ടെ. മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. വരട്ടെ. രാമു, എന്തോ സാർ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇറങ്ങും. പോട്ടെ. ഇന്നലെ കിടന്നപ്പോ വൈകി, എഴുന്നേറ്റപ്പോഴും. പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ കുമാറും ദാസും ജിജിയൊക്കെ നിന്ന നിൽപ്പിലാ തലകുത്തി മറിഞ്ഞത്. ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിന് ചന്തയാവും. സ്ത്രീകൾ എയർഫോഴ്സ് പൈലറ്റ് ആവണമെന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. പിന്നെ പെൺകുട്ടികൾ ട്രെയിനിങ് വന്നെന്ന് വെച്ച് ക്യാമ്പിന്റെ ഡിസിപ്ലിനും തെറ്റണമെന്നില്ല. അത് നമുക്ക് കാണാം. ഒന്നും സംഭവിക്കില്ല സാർ. അവർ കാഡറ്റ്സ് ആർ വെൽ ഡിസിപ്ലിൻ. പിന്നെ സാറിന് അങ്ങനെ തോന്നാൻ കാരണം സാറിന് പൊതുവെ പെണ്ണുങ്ങളോടൊരു അകൽച്ച ഉണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടൂല. അതിന് സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലത്തെ കാര്യമായി പറയുന്നത്. ഇതുപോലെ വീരവാദം മുഴക്കിയ പല മഹാന്മാരും പെണ്ണിന്റെ ഒറ്റ നോട്ടത്തിൽ കുരുങ്ങി ചക്ക കുഴയുന്ന പോലെ കുഴയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാക്ക മലർന്ന് പറക്കണം. കാണാം. കാണാനൊന്നുമില്ല സാറേ, അല്ല ഉച്ചയ്ക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുവരണോ അതോ സാർ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഓ, നാട്ടിലേതാ ഒരു മഹാലക്ഷ്മി? മഹാലക്ഷ്മി നാട്ടിലെങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്? എന്താ ചോദിച്ചേ? അല്ല, രാമു പറഞ്ഞു നാട്ടിലൊരു മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോ? അത് അവന്റെ സൂര്യക്കേട് സഹിക്കാൻ വയ്യാതെ അവന്റെ വാഴയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലേ.